ഹായ് ഓൾ, അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു നെറ്റ് സാരിക്ക് പറ്റുന്ന ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ഈ സാരി മീഷോയിൽ നിന്ന് മേടിച്ചാണ് ഈ ബ്ലൗസ്. അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ബ്ലൗസ് പീസ് തയ്ക്കുമ്പോൾ അത് നൂലിങ്ങനെ പോകുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് ആ മെറ്റീരിയൽ എടുക്കാതെ ഞാൻ സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ടാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. സാറ്റിൻ ക്ലോത്തിൻ്റെ പുറത്ത് നെറ്റ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. 10 മീറ്ററൊക്കെ വീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും 10 മീറ്ററിന് മടക്കാനുള്ള ക്ലോത്ത് ഉണ്ട്. ബാക്ക് നെക്ക് ഞാൻ ഒരുപാട് ഇറക്കുന്നില്ല, ഒരു 6 to 7 ഇഞ്ചൊക്കെ ഇറക്കിയാൽ മതി. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു 5.5 വീതിയിൽ, ഇറക്കം ഒരു 6 ഇഞ്ചൊക്കെ. അതിൻ്റെ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒരു 5 ഇഞ്ച് ഇറക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഡാർട്ട് മാർക്ക് ചെയ്യാനാണ്. എന്നിട്ട് ഒരു ചെസ്റ്റ് പോയിൻ്റ് നമ്മൾ മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 10 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തു. ആ ചെസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ജോയിൻ ചെയ്തു. സെൻറ്ററിൽ നിന്ന് ചെസ്റ്റ് പോയിൻറ്റിലോട്ടുള്ള വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്യുക 4 ഇഞ്ചൊക്കെയാണ്. എന്നിട്ട് നമ്മൾ ഷേപ്പ് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ഷേപ്പ് മുകളിൽ നിന്ന് ഒരു 9 ഇഞ്ച് തുടങ്ങി താഴേക്ക് വരുമ്പോൾ കുറഞ്ഞ് ഒരു 7 ഇഞ്ച് വരെ മതി. വേസ്റ്റിൻ്റെ അവിടെ 7 ഇഞ്ചൊക്കെ മതി, ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് തന്നെ വെച്ച് കൊടുത്തിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ സെയിം അതുപോലെ മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്യുമ്പോൾ ആ ബാക്ക് പോർഷൻ വയ്ക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് നീക്കി ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നീക്കി വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അത് ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് ഓപ്പൺ വേണമെന്നുള്ളൊരു ബാക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. സെൻറ്ററിലൊരു ലൈൻ വരച്ചതിന് ശേഷം കട്ട് ചെയ്യുക. എന്നിട്ട് ഡാർട്ടിൻ്റെ പോയിൻ്റ് ജസ്റ്റ് അവിടെ ഒരു നമ്മൾ കട്ട് ചെയ്യുന്നില്ല, മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് കറക്റ്റ് 2 സൈഡിലും ഒരുപോലെ വരുന്ന രീതിക്ക് മാർക്ക് ചെയ്യുക. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് എഡ്ജിൽ കൂടെ നെക്കിൻ്റെ പോർഷനും ഷോൾഡർ വരെ, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ ഷേപ്പ് വരെയും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് ആ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ലൈനിങ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നെക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടും. അടുത്തതിൻ്റെ പുറത്തായിട്ട് ജസ്റ്റ് നെറ്റിൻ്റെ ഫാബ്രിക് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് സൈഡെല്ലാം വെച്ച് കൊടുത്തിട്ട് ആ എഡ്ജിൽ കൂടെ അതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. എക്സ്ട്രാ വരുന്ന നെറ്റിൻ്റെ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നെക്കെല്ലാം മടക്കി അടിക്കണ്ട, എഡ്ജിൽ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക് നെറ്റ്. കാരണം സൈഡ് പാർട്ടൊക്കെ കുറച്ച് എക്സ്ട്രാ ഇരുന്നാലും നമ്മൾ ബോഡി ഉള്ളിൽ വയ്ക്കുമ്പോൾ അത് ഉള്ളിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നെക്കിൻ്റെ അവിടെ മാത്രം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നേ. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷന് സെൻറ്ററിൽ നിന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഹുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ചെസ്റ്റ് പോയിൻറ്റിലോട്ട് നമ്മൾ മടക്കി അടിക്കണം. ആ വരച്ചിരിക്കുന്ന അത് അവിടെ നിന്ന് തന്നെ പിടിച്ചിട്ട് അതിൻ്റെ എൻഡിൽ കൂടെ തന്നെ ജസ്റ്റ് മടക്കി വെച്ചിട്ട് എൻഡിൽ കൂടെ ഒരു സ്റ്റിച്ചേ കൊടുക്കാൻ പാടുള്ളൂ, ഒറ്റ ഒരു സ്റ്റിച്ച്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. 2 സൈഡും അതുപോലെ ചെയ്യുക. ഇങ്ങനെയാണത് മടക്കി ജസ്റ്റ് എൻഡിൽ കൂടെ ആ ലൈന് കറക്റ്റായിട്ട് വരച്ചിട്ട് അതുപോലെ തന്നെ പിടിച്ചിട്ട് ഒറ്റ ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പ്രിൻസസ് കട്ട് മോഡൽ ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ കൊടുത്തിട്ട് ബാക്ക് പോർഷനുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെൻറ്ററിൽ പിന്ന് ചെയ്തിട്ട് വേണം, ആ കട്ടിൽ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നതും. ഷോൾഡർ ആദ്യം ജോയിൻ ചെയ്യുക, പിന്നീട് സൈഡും ജോയിൻ ചെയ്യുക. സ്ലീവ്സ് നമ്മൾ ഹാഫ് സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ജോയിൻ ചെയ്യുക. ഇത് നമ്മൾക്ക് തംബ്നെയിൽ കാണിച്ച പോലെ സീ ത്രൂ ആയിട്ടുള്ള നെറ്റ് സാരി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്ന പെർഫെക്റ്റായിട്ടുള്ള ബ്ലൗസാണ്. ഇച്ചിരി ഇറക്കം ഉണ്ട്, ബ്ലൗസ് തീരെ ഷോർട്ടല്ല. പിന്നെ ഇതിന് ഹുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഹുക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡ് കൊടുക്കുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ഒരു തിന്നായിട്ടൊരു ക്ലോത്ത് കട്ട് ചെയ്ത് മടക്കി അടിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് 2 സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഹോള് പോലെ നമുക്ക് കിട്ടും. തംബ്നെയിൽ കാണിച്ച പോലെ അത് നെറ്റ് സാരിയുടെ ഫാബ്രിക്കായിരുന്നു. അത് മീഷോയിൽ നിന്ന് മേടിച്ച ഒരു 550 റുപ്പീസിനൊക്കെ. ആ സാരി ഭയങ്കര സീ ത്രൂ ആയതുകൊണ്ട് അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു സ്കേർട്ടായിട്ടും ബാക്കി പോർഷൻ ഷോളായിട്ടും എടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന ബ്ലൗസിൻ്റെ. ഇതിൻ്റെ സെയിം ഫാബ്രിക് വെച്ചിട്ട് ഞാൻ
ബേബിക്കും ഒരു സ്കേർട്ടിന് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.